ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ പിന്നെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക നീ ഒന്ന് കാണിക്കേ. അമ്മേ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ദേവേട്ടനെ കാണാൻ ഇവര് വരുമെന്ന്. പിന്നെ എന്തിനാ അമ്മ തടസ്സം നിൽക്കുന്നേ? വിളിച്ചു വരുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് അറിയാവുന്നത് കൊണ്ട്. കുറവുകൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിലും താൻ എന്നോട് പൊറുക്കുക. ഒരുപക്ഷെ ഇനി ഇങ്ങനെ ചോദിക്കാൻ ഞാൻ മതി. കടമകളൊക്കെ പൂർത്തിയാക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും. മോൾ അച്ഛനെ ചെന്ന് കാണ്. അച്ഛന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഏർപ്പാടാക്കിയ ഡോക്ടർ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പോയൊന്ന് കാണട്ടെ. ശരി മാഡം. മോള് ചെല്ല. എങ്ങോട്ടടി? അച്ഛനെ കാണാൻ. ദേവന് നിന്നെ കാണണ്ട. അമ്മ വിളിച്ചിട്ടാ ഞാൻ വന്ന്. നിന്റെ അമ്മയല്ല, ദൈവം തമ്പുരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇതിന്റെ അകത്തേക്ക് നീ കടക്കില്ല. ദേവനാരായണനെ നീ കാണില്ല. മുത്തശ്ശി, അച്ഛനെ കണ്ടിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു പോയിക്കോളാം. മുത്തശ്ശി, അച്ഛനെ കാണാൻ അനുവാദം തരണം. അച്ഛനെന്ന് വിളിക്കാൻ നിനക്ക് ഇത്രയും കാലം അനുവാദം തന്നില്ലേ? നിന്നെ പോലൊരു അനാഥയ്ക്ക് അതിൽ കൂടുതൽ സൗഭാഗ്യങ്ങളൊന്നും വേണ്ട. എന്റെ കുടുംബത്തോ കുടുംബത്തിലുള്ളവരുടെ മനസ്സിലോ ഇനി നീ ഇല്ല. തിരിച്ചു പോകാനാ പറഞ്ഞത്. ഇല്ല, എനിക്ക് അച്ഛനെ കണ്ടേ പറ്റൂ. ഇനി ഒരു കാലം മുന്നോട്ട് വെച്ചോ തൊല്ലി ഒടിക്കും ഞാൻ. ദേവനെ നീ കാണണ്ടെന്ന് പറഞ്ഞാ കാണണ്ട. കാണും. മുത്തശ്ശി, ദേ, ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ കൂടുതൽ ബഹളമൊന്നും വെക്കരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ മുത്തശ്ശി രാധികയെ തടഞ്ഞാൽ എനിക്ക് ബഹളം വെക്കേണ്ടി വരും. പ്രായം മറന്ന് എന്തെങ്കിലും ചെയ്യേണ്ടിയും വരും. നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്നാ പിന്നെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക നീ ഒന്ന് കാണിക്കേ. അമ്മേ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ദേവേട്ടനെ കാണാൻ ഇവര് വരുമെന്ന്. പിന്നെ എന്തിനാ അമ്മ തടസ്സം നിൽക്കുന്നേ? വിളിച്ചു വരുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് അറിയാവുന്നത് കൊണ്ട്. മര്യാദയ്ക്ക് ഇവരോട് മടങ്ങിപ്പോവാൻ പറയശോദേ. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അമ്മ എന്നോട് ഇതുവരെ നല്ലതും ചീത്തയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ അതെല്ലാം അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് അമ്മയെ അനുസരിക്കാൻ പറ്റില്ല. ഞാൻ ഇവരെ അകത്തേക്ക് കൊണ്ടുപോകും. ദേവേട്ടൻ ഇവരെ കാണുകയും ചെയ്യും. എന്താ എന്താ ഇവിടെ ഒരു പ്രശ്നം? ഡോക്ടർ, ഇതെന്റെ മോള. ഇത് മരുമോൻ. ഇവര് രണ്ടുപേരെയും കാണണമെന്ന് ദേവേട്ടൻ പറഞ്ഞിരുന്നു. അതിനെന്താ? പോകാനെന്താ തടസ്സം? തടസ്സമൊന്നുമില്ല. ഡോക്ടറിനോട് അനുവാദം ചോദിച്ചിട്ട്. രോഗിയെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി. പോയി കണ്ടോളൂ. താങ്ക് യു. ഓക്കെ, വാ മോളെ.
മാഡം, ഇവിടെ കാര്യങ്ങളൊക്കെ സേഫാണ്. ഞാൻ മിസ്റ്റർ ദേവനാരായണനെ കാണുകയും ചെയ്തു. തൽക്കാലം പേടിക്കാനൊന്നുമില്ല. എങ്കിലും ഡോക്ടർ ഇവിടെ തന്നെ വേണം. അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഒരു ദിവസമെങ്കിലും. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആരാധിക്കുന്ന ഗായികയാണ് ശ്യാമ. അവരെ വിളിച്ചൊരു കാര്യം പറയുമ്പോ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ദേവേട്ട, അച്ഛൻ വീണു പോയത് ഞാൻ കാരണമല്ല. അച്ഛൻ ഇപ്പോഴും എന്നോട് വെറുപ്പല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ മോളെ അച്ഛൻ വിളിക്കൂ. ഇങ്ങ് വാ. എല്ലാവരും എല്ലാം അച്ഛനോട് മറച്ചു വെക്കാനാണല്ലോ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ അച്ഛൻ ഇരുട്ടിൽ തപ്പുന്നത് പോലെ നിന്നുപോയത്. മോളിരിക്കെ. നീ അടുത്തില്ലാത്ത നിമിഷങ്ങളിൽ അച്ഛന്റെ മനസ്സ് വല്ലാതെ ശൂന്യമായിരുന്നു. നിന്നോടുള്ള ദേഷ്യത്തിലല്ല അച്ഛൻ വീണുപോയത്. നിന്നെ ഇനി സ്നേഹിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ടാ. നീ അടുത്തുണ്ടാവില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ടാ. പിന്നെ നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണ്ടേ മോളെ? അറിയാൻ വൈകി. പക്ഷേ വൈകിയാലും തിരുത്തേണ്ടത് തിരുത്തണമല്ലോ.